പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബോബി ലാഷ്ലി, MVP, ടമിന തുടങ്ങിയവരെ WWE പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് മുൻ WWE ചാമ്പ്യനും സൂപ്പർ താരവുമായ ബോബി ലാഷ്ലി അടക്കം 3 പേരെ WWE നിലവിൽ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫൈറ്റ്ഫുൾ സെലക്ടിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് WWEയുടെ ഇന്റേണൽ റോസ്റ്ററിൽ നിന്ന് ഈ 3 പേരെയും ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വാർത്തകളെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് WWE താരങ്ങളുടെ ഒരു പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. MVP തന്നെ സല്യൂട്ട് ചെയ്യുന്ന ഒരു ഇമോജി പങ്കുവെച്ചുകൊണ്ട് ഏകദേശം ഈ ഒരു വാർത്ത സത്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബോബി ലാഷ്ലിയെ പുറത്താക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ബിഗിയും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ബോബി ലാഷ്ലി എന്ന് പറയുന്നത് ഒരു ജെന്റിൽമാൻ ആണ്, ഒരു പ്രൊഫഷണലാണ്, ഒരു മോൺസ്റ്റർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ബോബി ലാഷ്ലിയുടെ ഒരു ഗിഫ് കൂടി പങ്കുവച്ചിട്ടാണ് ബിഗി ആ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് ബോബി ലാഷ്ലി, MVP, ടമിന തുടങ്ങിയവരെ പുറത്താക്കുന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്. ബോബി ലാഷ്ലി നിലവിൽ ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. ബോബി ലാഷ്ലിയും സ്ട്രീറ്റ് പ്രോഫിറ്റും ചേർന്ന് ഒരു ഫാക്ഷനൊക്കെ സ്മാക്ഡൗണിൽ രൂപീകരിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി കിട്ടുന്നതിന് മുൻപ് തന്നെ ലാഷ്ലിക്ക് ഒരു ഇഞ്ചുറി സംഭവിക്കുകയും അതിന് പ്രകാരം താരം ടെലിവിഷനിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായി. അതിനുശേഷം ബോബി ലാഷ്ലിയുടെ തിരിച്ചുവരവ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചില്ല. പിന്നീട് ലാഷ്ലിയെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് അറിയുന്നത് ഇന്നാണ്. അതായത് ഇന്റേണൽ റോസ്റ്ററിൽ നിന്ന് ബോബി ലാഷ്ലിയെ മാറ്റിയിരിക്കുന്നു, WWE ബോബി ലാഷ്ലിയെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ബോബി ലാഷ്ലി ഇനി മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. കാരണം ആ താരത്തിൻ്റെ പ്രായം അത്രയും ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാനും സാധ്യതകൾ ഏറെയാണ്. MVP എന്തായാലും മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിലേക്ക് പോകാൻ സാധ്യതയില്ല. MVPക്കും ഈ ട്രിപ്പിൾ എച്ച് എറയിൽ കൃത്യമായിട്ടുള്ള ഒരു റോൾ കിട്ടിയിരുന്നില്ല. MVP സോഷ്യൽ മീഡിയയിൽ കുറേയധികം ട്രിപ്പിൾ എച്ചിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളും നടത്തിയിരുന്നു. അപ്പോൾ MVP പുറത്താക്കപ്പെടും എന്നുള്ളത് MVPക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമായിരുന്നു. എന്തായാലും ഈ 2 പേരും ഹെർട്ട് ബിസിനസ്സിലെ മുൻ അംഗങ്ങളായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ടമിന എന്ന് പറയുന്ന റെസ്ലറിന് കൃത്യമായിട്ട് യാതൊരുവിധ പ്ലാനും മെയിൻ റോസ്റ്ററിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് താരത്തിനെ പുറത്താക്കി എന്നുള്ളൊരു വാർത്തയിൽ യാതൊരുവിധ സർപ്രൈസുമില്ല. റോമൻ റീൻസിൻ്റെ അനോയ് ഫാമിലിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ ടമിനയെ കൊണ്ട് WWE പ്രത്യേകിച്ച് ഉപയോഗമുണ്ട് എന്ന് ഇതുവരെ തോന്നിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ താരത്തെയും ഇന്റേണൽ റോസ്റ്ററിൽ നിന്ന് പുറത്താക്കി കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് ചെയ്യാൻ പോകുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തയാണ് ഇന്ന് മോർണിംഗിൽ പുറത്തേക്ക് വന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ മറ്റ് അപ്ഡേറ്റ് വീഡിയോയിലൂടെ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.